പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഗ്രേസ് പ്രെയർ ഫെലോഷിപ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗീയ പിതാവ് നൽകി തന്ന ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ പ്രിയ ബീന സിസ്റ്ററിനായും ഞാൻ നന്ദി പറയുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി വചന ശുശ്രൂഷയ്ക്കായി എന്നെ ക്ഷണിച്ചതിനായി ഞാൻ പ്രത്യേകിച്ച് ബീന സിസ്റ്ററിനോടും ഈ മിനിസ്ട്രിയോടും നന്ദി അറിയിക്കുന്നു. എനിക്ക് തോന്നുന്നത് 1-2 പ്രാവശ്യം വന്നു കഴിഞ്ഞു. എല്ലാവർക്കും പരിചിതമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ മുഖം. ഞങ്ങൾ ഛത്തീസ്ഗഡിലായിരിക്കുന്നു. പ്രത്യേകമായി നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുകയാണ്. മലയാളത്തിൽ എനിക്ക് അറിയാവുന്നതുപോലെ വചനം ശുശ്രൂഷിക്കുവാൻ ദൈവം പരിശുദ്ധാത്മാവിൽ കൂടി ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ദൈവം എനിക്ക് തന്ന വചനം 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. 1 കൊരിന്ത്യർ 13-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഹല്ലേലൂയ. ആകയാൽ വിശ്വാസം, സ്നേഹം, പ്രത്യാശ ഈ മൂന്നും നിലനിൽക്കും. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ക്രിസ്തീയ വിശ്വാസം നിലകൊള്ളുന്ന 3 ഗ്രേറ്റ് പില്ലറാണ്, തൂണുകളാണിത്. എന്തൊക്കെയാണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇതിലേറ്റവും വലിയത് എന്ന് പറയുന്നത് സ്നേഹമാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് വ്യക്തമാക്കുന്നു. ഒന്നാമത്തെ വിഷയം വിശ്വാസമാണ്. ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഒന്ന് പറഞ്ഞേ, വിശ്വാസം. വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്നത് ഫെയ്ത്ത്, ട്രസ്റ്റ്. വിശ്വാസം ഒരു ആശ്രയമാണ്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിന്റെ കാരണം ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യന് ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് നാം ഏത് കാര്യത്തിലും ദൈവത്തിലാണ് ആശ്രയം വെക്കുന്നത് എങ്കിൽ നാം ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഹല്ലേലൂയ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അനുഗ്രഹിതൻ എന്ന് വചനം പറയുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാൻ നമുക്ക് പറ്റിയാൽ നാം ദൈവത്തിൽ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നത്. ഹല്ലേലൂയ. വിശ്വാസം എന്താണ്? വിശ്വാസം ഒരു ആശ്രയമാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം എന്താണ് വായിക്കുന്നത്? എല്ലാവർക്കും പരിചിതമായ ഒരു വചനമാണ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ഹല്ലേലൂയ. വിശ്വാസമുള്ളവർക്കെല്ലാം ഉള്ള ഒരു പ്രത്യേകതയാണ് അവർക്ക് ആ വിഷയത്തിൽ ഒരു ഉറപ്പുണ്ടാകും. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയം നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ഉണ്ടോ? ഈ സമയത്ത് ഉറപ്പുണ്ടെങ്കിൽ മത്തായി 21-ന്റെ 22-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് നിങ്ങൾ വിശ്വസിപ്പി, എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും. അത് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നില്ല എന്നൊരാളോട് ഇത് ബൈബിൾ പറയുന്നില്ല. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ കൂടി നിങ്ങൾക്കത് ഒരു സാക്ഷ്യമായിട്ട് പറയുവാൻ സാധിക്കും. എബ്രായർ 10:4 കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. 9-ാം വാക്യത്തിൽ ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ 2-ാമത്തേതിനെ സ്ഥാപിപ്പാൻ 1-ാമത്തേതിനെ നീക്കിക്കളയുന്നു. അതിന്റെ 10-ാം വാക്യത്തിൽ ആ ഇഷ്ടത്തിൽ നാം യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു.
എബ്രായർ 10-ാം അധ്യായം മുഴുവൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രയാകുന്നു. ഹല്ലേലൂയ. ഇത് പറഞ്ഞിട്ടാണ് 11-ന്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ഹല്ലേലൂയ. വിശ്വാസമുള്ളവന് ഒരാഗ്രഹമുണ്ട്, വിശ്വാസമുള്ളവന് ഒരാശയുണ്ട്, വിശ്വാസമുള്ളവന് ഒരു പ്രതീക്ഷയുണ്ട്. ഹല്ലേലൂയ. വിശ്വാസം എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ എന്തോ പ്രതീക്ഷിക്കുന്നു എന്നാണ്. വിശ്വാസം ഒരു വസ്തു എന്നാണ്. ഈ ബൈബിൾ ഒരു വസ്തുവാണ്. ഒരു വസ്തുവിന്റെ പ്രത്യേകത അത് തൊടാൻ കഴിയും, കാണാൻ കഴിയും. വിശ്വാസം faith is a substance. ഹല്ലേലൂയ. വിശ്വാസമുള്ളവന് ചിലത് കാണാൻ കഴിയും, വിശ്വാസമുള്ളവന് ചിലത് ആത്മാവിൽ തൊട്ടറിയുവാൻ കഴിയും. ആത്മാവിൽ ചിലത് കാണുന്നവൻ, ആത്മാവിൽ ചിലത് അനുഭവിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഞാൻ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല എന്ന് വിശ്വസിക്കുന്നവർ, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് ഞാൻ എന്ന് നമുക്ക് വിശ്വാസത്തോടെ ഒന്ന് പറയുവാൻ കഴിയുമോ? അതുകൊണ്ട് ദൈവവചനം നമുക്ക് തരുന്ന ഒരു ഉപദേശമുണ്ട്. എബ്രായർ 3:12 സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവീൻ. ഹല്ലേലൂയ. അങ്ങനെ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവീൻ എന്ന വചനം പറയുന്നു. അവിശ്വാസം എന്നത് നല്ല ഹൃദയമല്ല. ഹല്ലേലൂയ. അവിശ്വാസം എന്ന് പറയുന്നത് ഒരു ദുഷ്ടഹൃദയമാണ്. ഹല്ലേലൂയ. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ നാം കണ്ടിട്ടുള്ളത് മാത്രം വിശ്വസിക്കുന്നവരാണ്. അങ്ങനെയല്ലേ നാം എല്ലാവരും? നാം കണ്ടിട്ടുള്ളത് മാത്രം വിശ്വസിക്കുന്നവരാണ്. എന്നാൽ കർത്താവ് പഠിപ്പിച്ചത്, ബൈബിൾ അതിന്റെ എതിരാണ്. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നത് കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്നാണ് ബൈബിൾ പറയുന്നത്. വചനം അങ്ങനെ പറയുന്നത്, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായത്. നമുക്ക് എങ്ങനെ കാണാതെ വിശ്വസിക്കാൻ പറ്റും? എന്നാൽ നമുക്കത് ഉറപ്പിക്കാൻ കഴിയണം, നമുക്കത് വിശ്വസിക്കുവാൻ കഴിയണം. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്കലിൽ എങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് ആര് വിശ്വസിച്ചു? ആ രക്തസ്രവക്കാരത്തി സ്ത്രീ വിശ്വസിച്ചു. അത് അങ്ങനെ സംഭവിച്ചു. യെരിഹോ മതിലിന് ചുറ്റും ജോഷുവയുടെ നേതൃത്വത്തിൽ കാഹളം അവർ ഊതുമ്പോൾ, പാടുമ്പോൾ, സ്തുതിക്കുമ്പോൾ ഒരിക്കലും അവർ ബോംബ് വെച്ചിട്ടല്ല, അവർ യെരിഹോ മതിൽ പൊളിക്കാനുള്ള ഒരു കാര്യവും അവർ ചെയ്തിട്ടില്ല. പക്ഷേ അതിനെ ചുറ്റി നടന്ന് സ്തുതിക്കുന്നവൻ വിശ്വസിക്കുന്നുണ്ട്, ഇത് താണിരിക്കും, ഇത് വീഴും എന്ന് വിശ്വസിക്കുന്നുണ്ട്. എലീശായുടെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യന്റെ ഇരുമ്പ് കോടാലി വെള്ളത്തിലേക്ക് പോയ സാഹചര്യത്തില് വാടകയ്ക്കെടുത്ത ഇരുമ്പ് കോടാലി വെള്ളത്തിലേക്ക് പോയപ്പോൾ എലീശ പ്രവാചകൻ അടുക്കൽ വന്ന് ഈ മരം വെട്ടുകാരന് പറയുന്ന വാക്കിങ്ങനെയാണ്, പ്രവാചകനെ, ഞാൻ വാടകയ്ക്ക് എടുത്ത ഇരുമ്പ് കോടാലി മരം മുറിക്കുമ്പോൾ വഴുതി വെള്ളത്തിൽ പോയി. എലീശ ആ സ്ഥലത്ത് എത്തിയിട്ട് അവനോട് ചോദിക്കുന്നു, എവിടെയാണ് നിന്റെ കോടാലി പോയത്? അവൻ പറഞ്ഞു, ഇന്ന സ്ഥലത്താണെന്ന്. നിങ്ങൾക്കറിയാമോ, ഇരുമ്പ് വെള്ളത്തിൽ ഇട്ടാൽ എന്താണ് സംഭവിക്കുന്നത്? താണുപോകും. തടിക്കഷ്ണം വെള്ളത്തിലിട്ടാൽ പൊങ്ങിക്കിടക്കും. എലീശ പറയുന്നു, ആ നിൽക്കുന്ന വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി വെള്ളത്തിലേക്ക് എറിയാൻ പറയുകയാണ്. അന്നേരം ആ മനുഷ്യൻ അതുപോലെ ചെയ്തു. വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി വെള്ളത്തിലിട്ടപ്പോൾ താണുപോയ ഇരുമ്പ് കോടാലി പൊങ്ങി വന്നു. ഹല്ലേലൂയ.
ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നവന് ഇത് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും അത് കാണാത്ത കാര്യത്തിന്റെ നിശ്ചയവുമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ, വിശ്വസിച്ചേറ്റെടുക്കുന്നവർ, വചനത്തിന്റെ ശക്തി അവരുടെ കുടുംബത്തിലേക്ക്, അവരുടെ തലമുറകളിലേക്ക്, അവരുടെ സ്പിരിച്വൽ ലൈഫിലേക്ക്, അവരുടെ ജീവിതത്തിലേക്ക് അത് കടന്ന് പ്രവർത്തിക്കുവാൻ പോവുകയാണ്. ഇന്ന് രാത്രി വിശ്വസിച്ചൊന്ന് ഏറ്റെടുത്തേ. തലമുറകളെ പറ്റി ഭാരപ്പെടുന്ന, ഹല്ലേലൂയ, തലമുറകളെ പറ്റി വിശ്വസിക്കുക. നിങ്ങളുടെ ഭാവിയെ കുറിച്ച്, നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് വിശ്വസിക്കുന്ന ആ വിശ്വാസം ദുഷ്ടഹൃദയത്തെ എടുത്തു കളയുക. ഹല്ലേലൂയ. അത് മാത്രമല്ല പ്രിയരെ, ഇത്രയും അത്ഭുതം കണ്ട ശിഷ്യന്മാർ പോലും, ദൈവത്തിന്റെ യേശുവിന്റെ പ്രവൃത്തി കണ്ട ശിഷ്യന്മാർ പോലും യേശു കടലിന്റെ മുകളിൽ നടന്നു വരുന്ന സമയത്ത് ഇന്ന് വരെ ഇതുപോലൊരു കാഴ്ച അവർ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ കടലിന്റെ മുകളിലൂടെ നടന്നു വരുന്നത്, ഉടനെ ശിഷ്യന്മാർ എന്താ പറഞ്ഞത്? എന്തൊക്കെയാ പറഞ്ഞത്? എന്താ വിളിച്ചത്? ഭൂതം വരുന്നു എന്ന്. ഹല്ലേലൂയ. അപ്പോൾ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരത്ഭുതം കാണുമ്പോൾ ഭൂതമാണെന്ന് പറയാം. പക്ഷേ എന്തുകൊണ്ട് അവർ ദൈവമാണെന്ന് പറയാൻ അറിഞ്ഞുകൂടാ? കാരണം പൈശാചിക മേഖല ഒരിക്കലും ദൈവപ്രവർത്തികളെ വിശ്വസിക്കുവാൻ നമ്മുടെ ഹൃദയത്തെ വിട്ടുകൊടുക്കുകയില്ല. ഹല്ലേലൂയ. നെഗറ്റീവ് കാര്യങ്ങൾ, തെറ്റായ ഇൻഫർമേഷൻസ്, തെറ്റായ വിശ്വാസങ്ങൾ, തെറ്റായ ചിന്തകൾ വന്നാൽ പിശാചിനറിയാം. എന്തറിയാം? നാം അവന്റെ പ്രോപ്പർട്ടി ആയിട്ട് എന്നും അവന്റെ കസ്റ്റഡിയിൽ കിടക്കുമെന്ന് പിശാചിനറിയാം പ്രിയരെ. പക്ഷേ എന്താ നമ്മൾ വിശ്വസിക്കേണ്ടത്? നാം ആഴമായി ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ആഴമായി ദൈവത്തിൽ വിശ്വസിക്കുന്നു. വിശ്വാസം എപ്പോൾ ദൈവത്തിൽ അർപ്പിക്കുന്നുവോ, എന്റെ ദൈവത്തിന് എന്താ? പരിമിതികളില്ല. ഹല്ലേലൂയ. പരിമിതികൾ ഇല്ല ദൈവത്തിന്. എന്റെ കർത്താവിന് എന്തും ചെയ്യുവാൻ കഴിയും. നിങ്ങൾ വിശ്വസിക്കുന്നോ? കർത്താവിന് എന്തും ചെയ്യുവാൻ കഴിയും. ബിന്ദു ബൈജു പ്രിയ സിസ്റ്ററിനോട് പരിശുദ്ധാത്മാവ് ഈ സമയത്ത് ആലോചന നൽകുകയാണ്. ദൈവത്തിന് എന്തും ചെയ്യുവാൻ കഴിയും. നിന്റെ ജീവിതത്തില് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ദൈവം ചെയ്തിട്ടുണ്ട് എന്ന് വലിയൊരു സാക്ഷ്യം നിന്റെ ജീവിതത്തിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഈ സമയം ആലോചന നൽകുകയാണ്. നിന്റെ ശരീരത്തിന് തന്നെ വലിയൊരു സൗഖ്യമാണ് ദൈവം നൽകിയത്. ഡോക്ടർമാർ പറഞ്ഞ ആ വാക്കിനെ എതിർത്ത് ദൈവാത്മാവ്, പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഇടപെടുകയാണ്. നിന്റെ ശരീരത്തിൽ വലിയൊരു സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിച്ചത് എന്റെ ദൈവത്താൽ മാത്രമാണത് സംഭവിച്ചത്. തന്റെ അടിപ്പിണരുകളാൽ കിട്ടിയ ആ സൗഖ്യത്തിന്റെ ശക്തിയാണ് നീ ഇന്ന് ജീവനോടെ ആയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഈ സമയത്ത് പറയുകയാണ്, ദൈവരാജ്യത്തിന് നിന്നെ ഉപയോഗിക്കുവാൻ വലിയ പ്ലാനും പദ്ധതിയുമുണ്ട്. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാന്, അനേകരുടെ വിഷയങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാന്, നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാന്, നിന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാന് ദൈവത്തിന്റെ വലിയൊരു പ്രാർത്ഥനയുടെ ഗിഫ്റ്റ് ദൈവം നിനക്ക് നൽകുകയാണ്. നിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഗിഫ്റ്റ് ദൈവം നിനക്ക് നൽകി നിന്നെ മാനിക്കുന്ന സമയം അടുത്തു വരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് നീ വിലപ്പെട്ടവളാണ്. ദൈവത്തിന് നീ വിലപ്പെട്ടവളാണ്. യു ആർ എ വാല്യുബിൾ പേഴ്സൺ ഫോർ അവർ ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് നീ വിലപ്പെട്ടവളാണ്. ഹല്ലേലൂയ. എന്റെ കർത്താവിന് എന്തും ചെയ്യുവാൻ കഴിയും. അവൻ അത്ഭുതവാനാണ്. അവൻ അത്ഭുത മന്ത്രിയാണ്. ഇന്ന് പ്രിയ സിസ്റ്ററിന് ആരുടെയും മുൻപിൽ നിന്നുകൊണ്ട് ഈ ഒരു വലിയ സാക്ഷ്യം പറയുവാൻ കഴിയും. എന്റെ ദൈവം അത്ഭുതത്തിന്റെ ദൈവമാണ്. അവൻ ജീവനുള്ള ദൈവമാണ്. അനേക കുടുംബങ്ങൾക്ക് നിന്റെ സാക്ഷ്യം വലിയൊരു വിടുതലായി മാറും, വലിയൊരു സാക്ഷ്യമായി മാറും. ദൈവരാജ്യം നിന്നെ എടുത്തുപയോഗിക്കുന്ന സമയം വരുന്നു. ഹല്ലേലൂയ.
ദൈവം അത്ഭുതത്തിന്റെ ദൈവമാണെന്ന് നിനക്ക് പറയുവാൻ സാധിക്കും. അവൻ എന്തും ചെയ്യുവാൻ കഴിയുമെന്ന് നിനക്ക് പറയുവാൻ സാധിക്കും. ഹല്ലേലൂയ. നമുക്ക് അങ്ങനെയുള്ള ഒരു ഉറപ്പ് നിന്റെ ജീവിതത്തിൽ ദൈവം തന്നു നിന്നെ നിർത്തിയിരിക്കുകയാണ് എന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. ഹല്ലേലൂയ. ചെങ്കടലിന്റെ മുൻപിൽ നിന്ന് മോശ കൈ ഉയർത്തി പ്രാർത്ഥിച്ചത്, മോശ ആ നിമിഷമുള്ള മോശയുടെ വിശ്വാസമാണ്. രക്തസ്രവക്കാരത്തി ഏത് വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടത്? അത് അവളുടെ വിശ്വാസം. ഹല്ലേലൂയ. നാം എന്ത് വിശ്വസിക്കുന്നുവോ അത് നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. നാം എന്താണ് വിശ്വസിക്കുന്നത്? ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യത്തിന്റെ മേല്, പ്രതികൂല അവസ്ഥകളുടെ മേല് ഇപ്പോൾ നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? അത് സംഭവിക്കും. അത് സംഭവിക്കും. അതുകൊണ്ട് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടായിട്ട് ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയുവാൻ ഇടവരരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അവിശ്വസിപ്പിക്കുന്ന ദുരാത്മാവ് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ കടന്നു നിന്റെ ജീവിതത്തിൽ കടന്നു വരുവാന്, നിന്റെ കുടുംബത്തിൽ കടന്നു വരുവാന്, നിന്റെ ഭർത്താവിന്റെ, നിന്റെ ഭാര്യയെ, നിന്റെ മക്കളെ അവിശ്വസിപ്പിക്കുന്ന, ഹല്ലേലൂയ, അവിശ്വസിപ്പിക്കുന്ന, തെറ്റിദ്ധരിപ്പിക്കുന്ന എല്ലാ പൈശാചിക മണ്ഡലങ്ങള്, എല്ലാ പൈശാചിക ആത്മാവ്, ആ ദുഷ്ടഹൃദയങ്ങളും ആ ദുഷ്ടഹൃദയങ്ങളുടെ ആ ഒരു അങ്ങനെ ഉള്ള ഒരു ആത്മാവ്, അങ്ങനെയുള്ള ദുഷ്ടഹൃദയത്തിന്റെ ആത്മാവ് നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ ഭർത്താവിന്റെ ജീവിതത്തെ, നിങ്ങളുടെ കുടുംബത്തെ തന്നെ ഹല്ലേലൂയ തകർത്ത് കളയുവാൻ ശ്രമിക്കുന്ന ദുഷ്ട പിശാചിന്റെ തന്ത്രങ്ങള് യേശുവിന്റെ നാമത്തില് ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ, വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തില് അങ്ങനെയുള്ള പൈശാചിക മണ്ഡലങ്ങള് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വിട്ടുപോകുവാൻ ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. ഇയ്യോബിന്റെ മുകളിൽ സാത്താൻ ദൃഷ്ടി വെച്ചു. ഹല്ലേലൂയ. യഹോവ സാത്താനോട് എന്താണ് പറഞ്ഞത്? എന്റെ ദാസനായ ഇയ്യോബിന്റെ മേലിൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായി ആരുമില്ലല്ലോ. ഹല്ലേലൂയ. പക്ഷേ പിശാച് ദൈവത്തെ വെല്ലുവിളിക്കുകയാണ്. ഹല്ലേലൂയ. ഇയ്യോബിനെ വെല്ലുവിളിക്കുകയാണ്. പിശാച് പറയുന്നു, അവന്റെ നന്മകളെ ഞാൻ കവർന്നെടുത്ത് കഴിയുമ്പോൾ, അവന്റെ ഭൗതിക അനുഗ്രഹങ്ങളെ ഞാൻ തൊട്ടു കഴിയുമ്പോൾ, ഇതെല്ലാം എടുത്തു കഴിയുമ്പോൾ എന്താണ്? അവൻ ദൈവത്തെ ഉറപ്പായും തള്ളിപ്പറയും എന്ന് നീ കൈനീട്ടി അവന്റെ അസ്ഥിയും മാംസവും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയുമെന്ന് സാത്താൻ ദൈവത്തെ വെല്ലുവിളിച്ചു. ഹല്ലേലൂയ. മുഖത്ത് നോക്കി ത്യജിച്ചു പറയുമെന്ന് സാത്താൻ വെല്ലുവിളിച്ചു. ഇപ്പോൾ കൈയടിക്കുന്നവനും സ്തോത്രം പറയുന്നവനും പിശാച് പറയുന്നു, ഞാൻ അവനെ ഒരു പ്രതികൂലത്തിലൂടെ കടത്തിവിടുമ്പോൾ അവന്റെ കൃത്യമായ മുഖം എന്താണെന്ന് ദൈവമേ നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഹല്ലേലൂയ. ദൈവത്തെ നാം വിശ്വസിക്കുന്നത് പോലെ തന്നെ ദൈവത്തിന് നമ്മളെയും വിശ്വസിക്കാൻ കഴിയണം. ഹല്ലേലൂയ. ഏലിയാവിന് ദൈവത്തെ വിശ്വാസമായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ അതിലപ്പുറമായി ഏലിയാവിനെ ദൈവത്തിന് വിശ്വാസമായിരുന്നു. ഹല്ലേലൂയ. മോശയ്ക്ക് ദൈവത്തെ വിശ്വാസമുണ്ടായിരുന്നു. അതിനപ്പുറമായി മോശെ ദൈവത്തിന് വിശ്വാസമായിരുന്നു. ഹല്ലേലൂയ. വചനം പറയുന്നു, അവൻ നിങ്ങളെ വിശ്വസ്തർ എന്നെണ്ണി തന്റെ ശുശ്രൂഷ ഏൽപ്പിച്ചെന്ന്. ഹല്ലേലൂയ. അതായത് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നതിന് മുമ്പേ അവൻ എന്നെ വിശ്വസിച്ചത് കൊണ്ടാണ് അവൻ എൻ്റെ കയ്യിൽ ചിലത് ഏൽപ്പിച്ചത്. ഹല്ലേലൂയ. ദൈവം എന്നിലേക്ക് കൃപാവരങ്ങളെ തരുമ്പോൾ, എന്നിലേക്ക് ചില ദാനങ്ങളെ
കൈമാറ്റം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ചില അനുഗ്രഹങ്ങൾ എനിക്ക് തരുമ്പോൾ, ഞാൻ ദൈവത്തിൽ കുറെ വിശ്വസിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇതൊക്കെ അനുഭവിക്കുവാൻ പറ്റിയത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാൻ പറ്റിയത്. പക്ഷെ ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുൻപേ, അമ്മയുടെ ഉദരത്തിൽ ഹല്ലേലൂയ ഉരുവാകുന്നതിന് മുൻപേ അവൻ എനിക്ക് വേണ്ടി സകലത്തെയും ഒരുക്കിയെങ്കിൽ, ഞാൻ ഈ ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് മുൻപേ എന്റെ ദൈവം എന്നെ വിശ്വസിച്ചു. എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നു? അതുകൊണ്ടാണ് അതിനകത്ത് നാം വഞ്ചന കാണിക്കരുത് പ്രിയരെ. നാം ദൈവത്തോട് വഞ്ചന കാണിക്കരുത്. അവൻ എന്നെയും നിങ്ങളെയും വിശ്വസ്തർ എന്ന് എണ്ണിയതാണ്. ഹല്ലേലൂയ. ദൈവത്തിന് ഒരാളെ വിശ്വസിക്കാൻ പറ്റിയാൽ ദൈവം അവന്റെ കയ്യിലോട്ട് എന്തെടുത്തു കൊടുക്കുന്നത് എന്ന് പറയാൻ പറ്റുകയില്ല. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുകയില്ല. ദൈവത്തിന് ഒരാളെ വിശ്വസിക്കാൻ പറ്റിയാൽ ദൈവം അവന്റെ കയ്യിലോട്ട് എന്തെടുത്തു കൊടുക്കുന്നതെന്ന് പറയാൻ പറ്റുകയില്ല. കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് ചോദിച്ചേ, ദൈവത്തിൽ വിശ്വസിക്കുന്ന എന്നെ ദൈവത്തിന് വിശ്വസിക്കാമോ എന്ന് ഒന്ന് ചോദിച്ചേ. ദൈവത്തിൽ വിശ്വസിക്കുന്ന എന്നെ ദൈവത്തിന് വിശ്വസിക്കാമോ? ഹല്ലേലൂയ. ഇയ്യോബിന് ദൈവത്തിന് വിശ്വാസമായിരുന്നു. അതുകൊണ്ടാണ് സാത്താനോട് പറഞ്ഞത്. എന്താ പറഞ്ഞത്? നീ എന്തോ വേണേലും ചെയ്തു കൊള്ളാൻ. യഹോവ സാത്താനോട്, ഇതാ അവൻ നിന്റെ കയ്യിൽ ഇരിക്കുന്നു എന്ന്, അവന്റെ പ്രാണനെ മാത്രം തൊടരുത് ഹല്ലേലൂയ എന്ന് കൽപ്പിച്ചു. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഇയ്യോബിനെ ഉള്ളം കാൽ മുതൽ നെറുക വരെ എന്ത് ചെയ്തു? വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു. ഹല്ലേലൂയ. ഒരു ഓട്ട് കഷ്ണം എടുത്ത് തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു എന്ന് പറഞ്ഞാൽ, ഒരു നെഗറ്റീവ് വാക്ക് പോലും ഇയ്യോബ് നാവുകൊണ്ട് പറഞ്ഞില്ല. ഹല്ലേലൂയ. ഒരു നെഗറ്റീവ് വാക്ക് പോലും ഇയ്യോബ് നാവുകൊണ്ട് പറഞ്ഞില്ല. ഒരു പരാതിയും ദൈവത്തോട് പറഞ്ഞില്ല. അതായത് സാത്താൻ എന്തായിപ്പോയി? ചമ്മിപ്പോയി. ഹല്ലേലൂയ. ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ സാത്താൻ ചമ്മിപ്പോയി. പിശാചിന്റെ മുഖത്ത് നോക്കി ജോബ് പറഞ്ഞു, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. ഹല്ലേലൂയ. വിശ്വാസം വർദ്ധിക്കട്ടെ. ഈ 57 ഡിവൈസിൽ ജോയിൻ ആയിരിക്കുന്ന ഓരോ കുടുംബത്തിന്റെയും ഓരോ വ്യക്തികളുടെയും വിശ്വാസം യേശുവിന്റെ നാമത്തിൽ വർദ്ധിക്കട്ടെ. യേശുവിന്റെ നാമത്തില് ഒരു യുദ്ധത്തിലേക്ക് നാം പോകുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രയാസം, പ്രശ്നം, കടഭാരം വരുമ്പോൾ, അവിടെ നാം നമ്മുടെ വിശ്വാസം പ്രൂഫ് ചെയ്യണം. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം പ്രൂഫ് ചെയ്യണം. അവിടെയാണ് ദൈവത്തിന്റെ ഫേവർ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. ദൈവത്തോടുള്ള വിശ്വാസം, ട്രസ്റ്റ്, ആശ്രയം. ഇന്ന് രാത്രി നിങ്ങളെ ഓർത്ത് ദൈവം ദുഃഖിക്കുകയല്ല. പൈശാചിക മേഖലയെ നോക്കി ചിരിക്കുവാൻ സ്വർഗം നോക്കി ചിരിക്കത്തക്കവണ്ണം നിന്റെ ജീവിതത്തിന്റെ വിശ്വാസം വർദ്ധിച്ചു വരട്ടെ. യേശുവിന്റെ നാമത്തില് ഓരോ വ്യക്തി ജീവിതങ്ങളുടെയും വിശ്വാസം വർദ്ധിച്ചു വരട്ടെ. നമ്മുടെ വിശ്വാസം പോയില്ലെങ്കിൽ പോയതെല്ലാം തിരിച്ചു വരും പ്രിയരെ. നമ്മുടെ വിശ്വാസം പോയില്ലെങ്കിൽ നമ്മളിൽ നിന്ന് പോയത്, നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു വരും. തന്റെ ശരീരത്തിന്റെ ബലം ക്ഷയിച്ചിട്ടും, സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവം ഗ്രഹിച്ചിട്ടും അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ വാഗ്ദത്തം ചെയ്തവൻ പ്രവർത്തിപ്പാൻ ശക്തനെന്ന് ഉറച്ചു വിശ്വസിച്ചു. ഹല്ലേലൂയ. ഇന്നെങ്ങനെയാണ് നമ്മുടെ വിശ്വാസം? അത് അവന് എന്താണ്? അതവന് നീതിയായി കണക്കിട്ടു. ഹല്ലേലൂയ. എന്ത് നഷ്ടപ്പെട്ടാലും എന്താണ്? നമ്മുടെ ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസം പോകരുത്. എന്ത് നഷ്ടപ്പെട്ടാലും നമ്മുടെ വിശ്വാസം പോകരുത്. യേശുവിന്റെ നാമത്തില് ബിജോയ് ജമ്മു ഹല്ലേലൂയ. ആ ഡിവൈസിലിരിക്കുന്ന പ്രിയദാസനോട് പരിശുദ്ധാത്മാവ്, നിന്റെ വിശ്വാസമാണ് നിന്നെ നിലനിർത്തിയിരിക്കുന്നത് എന്ന് പരിശുദ്ധാത്മാവ് ആലോചന നൽകുകയാണ്.
മാത്രമാണ് നിന്റെ കുടുംബത്തെ നിലനിർത്തിയിരിക്കുന്നത്, നിന്റെ ശുശ്രൂഷയെ നിലനിർത്തിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് പറയുന്നു നിന്റെ വിശ്വാസമാണ്. ഈ വിശ്വാസം വർദ്ധിച്ചു വരട്ടെ ഈ ദിവസങ്ങളില് യേശുവിന്റെ നാമത്തില്. ഏത് പ്രതികൂല സാഹചര്യങ്ങൾ ആഞ്ഞടിച്ചാലും, ഏത് തിരമാലകൾ വന്നാലും, ഏത് കൊടുങ്കാറ്റാഞ്ഞടിച്ചാലും, ഏത് പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും നിന്റെ വിശ്വാസം കൈവിടാതെ നീ നിൽക്കുമ്പോൾ നഷ്ടപ്പെട്ടതിനെ എല്ലാം നിനക്ക് ദൈവം മടക്കി തരുവാന് ഇന്ന് രാത്രി ഈ ദാസന്റെ വിശ്വാസം വർദ്ധിച്ചു വരട്ടെ, ഈ കുടുംബത്തിന്റെ വിശ്വാസം വർദ്ധിച്ചു വരട്ടെ യേശുവിന്റെ നാമത്തില്. വചനം പറയുന്നു വിശ്വാസം കേൾവിയും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നുവെന്ന്. യേശു ക്രിസ്തുവിന്റെ നാമത്തില് ആ വചനത്തിന്റെ ശക്തി ഇറങ്ങി പ്രവർത്തിക്കട്ടെ, വചനത്തിന്റെ ശക്തി ഇറങ്ങി പ്രവർത്തിക്കട്ടെ. ഇരുവായ് തലയുള്ള വാളിന്റെ മൂർച്ചയുള്ള ആ വചനത്തിന്റെ ശക്തി ഈ നിമിഷം തന്നെ പ്രിയ കുടുംബമായിരിക്കുന്ന ആ സ്ഥലത്ത് വലിയൊരു അഭിഷേകം ഇറങ്ങട്ടെ, വലിയൊരു അഭിഷേകം, വലിയൊരു സാന്നിധ്യം ഈ സമയം ആ കുടുംബത്തെ തൊടട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തില്. വലിയൊരു വിടുതലിന്റെ വർഷമാക്കി ഈ 2026 ദൈവം വലിയൊരു സാക്ഷ്യത്തിന്റെ വർഷമാക്കി മാറ്റുവാൻ പോകുന്നു. വരുന്ന 3 മാസത്തിനകം പരിശുദ്ധാത്മാവ് പറയുന്നു വലിയ സൈനുകൾ ദൈവം നിന്റെ മുൻപിൽ അത് കാണിക്കുവാൻ പോവുകയാണ് എന്ന് പരിശുദ്ധാത്മാവ് ആലോചന നൽകുകയാണ്. നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും യേശുവിന്റെ നാമത്തില്. സ്വർഗരാജ്യത്തിന് വേണ്ടി അവർ പ്രയോജനപ്പെടും, ആരാധനയ്ക്ക് വേണ്ടി അവർ പ്രയോജനപ്പെടും. ദൈവം അവരെ നിർത്തും, ദൈവം അവരെ കാത്തു പരിപാലിക്കും. സ്വർഗീയ ദൂതന്മാര് നിന്റെ ചുറ്റും കാവലായിരിക്കും എന്ന് പരിശുദ്ധാത്മാവ് ആലോചന നൽകുകയാണ്. എന്തുകൊണ്ടെന്നാൽ അവനിലുള്ള നിന്റെ ആശ്രയം, അവനിലുള്ള നിന്റെ വിശ്വാസം വർദ്ധിച്ചു വരട്ടെ. പല പ്രതികൂല സാഹചര്യങ്ങള് കുടുംബത്തിൽ നിന്ന്, അയൽവാസികളിൽ നിന്ന്, അങ്ങനെ സുഹൃത്തുക്കളിൽ നിന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു ചില പ്രോപ്പർട്ടി സംബന്ധമായ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ അത്ഭുത കരം ഈ ദിവസങ്ങളിൽ ചലിക്കുവാൻ പോവുകയാണ്. ദൈവത്തിന്റെ അത്ഭുത കരം, അതിനൊരു തീരുമാനമുണ്ടാകുവാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് ആലോചന നൽകുകയാണ്. ഹല്ലേലൂയ. വിശ്വസിച്ചേറ്റെടുക്കുക. വിശ്വാസം കുറഞ്ഞു പോകരുത്, വിശ്വാസം വർദ്ധിച്ചു വരട്ടെ യേശുവിന്റെ നാമത്തില്. ആ പ്രിയ സിസ്റ്ററിനെ ഈ സമയം പരിശുദ്ധാത്മാവ് തൊടുകയാണ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ആ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ ആ സാന്നിധ്യം ഒന്ന് ഇറങ്ങട്ടെ യേശുവിന്റെ നാമത്തില്. ആ ശരീരത്തിലെ എല്ലാ ബലഹീനതകൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തില്. വലിയൊരു ശക്തി ഇറങ്ങുകയാണ് ഈ സമയം തന്നെ. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന തലവേദനകള്, ആ നടുവിന്റെ വേദനകള്, ശരീരത്തില് ആ ഉണ്ടാകുന്ന ബലഹീനതകൾ യേശുവിന്റെ നാമത്തില് അങ്ങയുടെ അടിപ്പിണരുകളാൽ കിട്ടിയ സൗഖ്യത്തിന്റെ ശക്തി ഈ സമയം തന്നെ തൊടട്ടെ പ്രിയ സിസ്റ്ററിനെ യേശുവിന്റെ നാമത്തില്. പ്രിയ മകളെ തൊടട്ടെ യേശുവിന്റെ നാമത്തിൽ. വലിയൊരു സൗഖ്യം വ്യാപരിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ ആ രക്തത്തിന്റെ ശക്തി ഇറങ്ങുകയാണ് ഈ സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിച്ചേറ്റെടുക്കുക. ദൈവം നിനക്ക് വെച്ചിരിക്കുന്നത് ഒരു ഭയങ്കര ഒരു ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം കാണിക്കുകയാണ്, പരിശുദ്ധാത്മാവ് കാണിക്കുകയാണ്. വലിയ ടെസ്റ്റിമനി ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നൽകി നിങ്ങളെ മാനിക്കും. ഹല്ലേലൂയ. നമുക്കൊരു യുദ്ധമുണ്ട്. യുദ്ധത്തിൽ ജയിച്ചവൻ അവന്റെ അവസാന നാളിൽ അവൻ നല്ല പോർ പൊരുതി എന്റെ വിശ്വാസം ഞാൻ കാത്തു, ഇനിയും നീതിയുടെ കിരീടം അവൻ എനിക്കായി വെച്ചിരിക്കുന്നു. അങ്ങനെ ഒരു ക്രൗണ്, അങ്ങനെ ഒരു കിരീടം ദൈവം നിങ്ങൾക്കായി വെച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് പറയുന്നു ഒരു ക്രൗൺ, ഒരു കിരീടം. ആൾക്കാർ കണ്ട് അത്ഭുതപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത് നിങ്ങളെ മാനിക്കും. ഒരു ക്രൗൺ എന്നെ കാണിക്കുന്നു, ഒരു കിരീടം എന്നെ കാണിക്കുന്നു. അതുപോലെ മാനിക്കപ്പെടുവാൻ ദൈവത്തിന് പ്ലാൻ ഉണ്ട്. ദൈവത്തിന് കണ്ണുനീര് വെറുതെ ആയി പോകത്തില്ല. കണ്ണുനീരിനെ ആ തുരുത്തിയിലാക്കി വെച്ചിരിക്കുന്ന എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ആ
അവൻ വിശ്വസ്തനായ ദൈവം, അവൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളും അവനെ സ്നേഹിച്ച് ആ വിശ്വാസത്തിന്റെ ഒരു ഉടമയായിട്ട്, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയുന്നു. വലിയ ടെസ്റ്റിമനി, വലിയ സാക്ഷ്യം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഈ 2026 ദൈവം തന്ന് നിങ്ങളെ മാനിക്കും. ഹല്ലേലൂയ. ഒരു സാഹചര്യത്തിലും, ഏത് പ്രതിസന്ധിയിലും, ഏത് വെല്ലുവിളിയിലും ആ വിശ്വാസം നഷ്ടപ്പെടരുത്. അജീത് ആ ഡിവൈസിലിരിക്കുന്ന പ്രിയ സഹോദരനോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ വിശ്വാസം കുറഞ്ഞു പോകരുത്, നിന്റെ വിശ്വാസം കുറഞ്ഞു പോകരുത്. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, പല പ്രതികൂല സാഹചര്യങ്ങൾ നിന്റെ മുൻപിലുണ്ട്, പല സാഹചര്യങ്ങൾ നിന്റെ മുൻപിലുണ്ട്. നാളെ എന്തായി തീരും, എന്ത് സംഭവിക്കും, പല ഫിനാൻഷ്യൽ ഇഷ്യൂസ്, ഫിനാൻഷ്യൽ മേഖലകളെ ദൈവം തൊടുകയാണ്. നിനക്ക് വേണ്ടി ഒരു വഴി ദൈവം ഒരുക്കുകയാണ്, നിനക്ക് വേണ്ടി ഒരു വഴി ദൈവം ഒരുക്കുകയാണ്, നിനക്ക് വേണ്ടി ഒരു വാതിൽ ദൈവം തുറക്കുകയാണ്. അതടയ്ക്കുവാൻ ആർക്കും സാധ്യമല്ല. ജോലി സംബന്ധമായ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ അത്ഭുത കരം ചലിക്കുവാൻ പോവുകയാണ്. ഏത് സാഹചര്യത്തിലും, ഏത് പ്രതിസന്ധിയിലും, ഏത് വെല്ലുവിളിയിലും നിന്റെ വിശ്വാസം നഷ്ടപ്പെടരുത്. ഹല്ലേലൂയ. നാം ഏറ്റുപറഞ്ഞ വിശ്വാസവും പ്രാപിച്ച കൃപയും ആ അഭിഷേകത്താൽ മുൻപോട്ട് പോകുക, അത് ചോർന്നു പോകാതെ നിലനിർത്തുവാൻ ഇടയാകട്ടെ യേശുവിന്റെ നാമത്തില്. എന്റെ വിശ്വാസത്തെ ചോർത്തിക്കളയുന്നത്, എന്റെ വിശ്വാസത്തെ കുറയ്ക്കുന്നത് ഒന്നും എനിക്ക് വേണ്ട. ഹല്ലേലൂയ. അങ്ങനെയുള്ള തീരുമാനം എടുക്കാൻ പറ്റുമോ ഇന്ന് രാത്രിയിൽ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുന്നു, അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന വാക്കുകള്, എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന വചനങ്ങള്, എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന പാട്ടുകള്, ഹല്ലേലൂയ, എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന വചനത്തെ ഞാൻ സ്വീകരിക്കും എന്ന് ഒന്ന് റിസീവ് ചെയ്യാമോ? ഹല്ലേലൂയ. ദൈവം നിന്റെ ദേശത്ത് ഒരു ലൈറ്റ് ഹൗസ് ആക്കി നിർത്തും. ഹല്ലേലൂയ. അനേകർക്ക് നീ പ്രകാശമായി തീരും. അനേക അന്ധകാരത്തിൽ ഇരിക്കുന്നവർക്ക് നീ ഒരു പ്രകാശമാക്കി ദൈവം നിന്നെ മാറ്റുവാൻ ദൈവത്തിന് പ്ലാൻ ഉണ്ട്. നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ ഞാൻ നിനക്ക് വേണ്ടി, ഹല്ലേലൂയ, ദൈവാത്മാവ് പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. സാത്താൻ നിന്നെ കോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റാൻ ഇനിയും ഇവൻ പ്രാർത്ഥിക്കരുത്, ഇനിയും ഇവൻ പ്രാർത്ഥിക്കരുത്, ബൈബിൾ വായിക്കരുത്, ഇനിയും ഇവൻ യേശുവിനെ അനുഗമിക്കരുത്, ഇനിയും ഇവൻ ദൈവത്തോട് ബന്ധപ്പെട്ട് ജീവിക്കരുത്. ഇതിൽ പെട്ടുപോയവര് അനേകരുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഒരു ജീവിതം, ഇനി അങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ നിന്ന് ദൈവം നിന്നെ പറിച്ചു മാറ്റി വിശ്വാസത്തിൽ വർദ്ധിച്ച് നിന്റെ ജീവിതത്തില് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി നീ കാണുവാൻ പോവുകയാണ്. നിന്റെ കുടുംബ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഫിനാൻഷ്യൽ മേഖലകളിൽ മേൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ദൈവം ചെയ്യുവാൻ പോകുന്നു. ഹല്ലേലൂയ. ഒന്ന് വിശ്വസിച്ചേറ്റെടുത്തേ. ദൈവത്തിൽ കൂടുതൽ വിശ്വാസം വർദ്ധിച്ചു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇന്ന് ഈ നിമിഷം അത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി ആ വിശ്വാസത്തിലേക്ക് നീ തിരിച്ചു വരിക. ഹല്ലേലൂയ. നമ്മളെല്ലാവരും ഒരു യാത്രയിലാണ്. എങ്ങോട്ട് പോകുവാനുള്ള യാത്ര ചെയ്തതായി കപ്പൽ. ഹല്ലേലൂയ. നിത്യതയിലേക്ക് പോകുവാൻ ചാർട്ട് ചെയ്തതല്ലേ, ലക്ഷ്യത്തിലേക്ക് പോകുവാൻ ചാർട്ട് ചെയ്തതല്ലേ. അത് വിശ്വസിച്ച് നമ്മുടെ ഈ മനസാക്ഷി എന്താണ് പറയുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇതൊരിക്കലും നാം ചീത്തയാക്കരുത്, അഴുക്കാക്കരുത്. യെശയ്യാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത ജനങ്ങളുടെ ഇടയിൽ വസിക്കുന്നു എന്ന് യെശയ്യാവ് 6:5 ജ്ഞാനിയോടുകൂടെ നടക്ക, എന്നാൽ നീയും ജ്ഞാനിയാകും. യെശയ്യാവ് പറയുന്നു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ കൂടെ വസിച്ച് ഞാനും അവരെ പോലെ ആയിപ്പോയെന്ന്. ഹല്ലേലൂയ. അങ്ങനെ ആകരുത് പ്രിയരെ, അങ്ങനെ ആകരുത്. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കാത്ത ദൈവബന്ധത്തിൽ നിന്ന് എന്നെ അകറ്റുന്ന യാതൊരു കാര്യങ്ങൾക്കകത്തും
നാം ഉണ്ടാകരുത്. അങ്ങനെ ഒരു കാര്യങ്ങളിൽ നാം പ്രവേശിക്കരുത്. ഒരു ദൈവദാസനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചോ സംസാരിക്കാൻ നാം പോകരുത്. കാരണം നാം ഇതൊക്കെ കേൾക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ നമുക്ക് വിശ്വാസമാണോ അവിശ്വാസമാണോ ഉണ്ടാകുന്നത് എന്ന് നമ്മുടെ മനസ്സാക്ഷിയോട് നാം ചോദിക്കണം. ആവശ്യമില്ലാത്തടത്ത് പോയി ഇരിക്കരുത്. അതുകൊണ്ടാണ് 1-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുതെന്ന്. ഹല്ലേലൂയ. അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം, അതൊരു ദുഷ്ടഹൃദയമാ പ്രിയരെ. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, ഇംഗ്ലീഷ് ബൈബിളില് എവിൽ ഹാർട്ട് എന്ന്. ഹല്ലേലൂയ. പിശാച് കൈക്കലാക്കിയ ഹൃദയം. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഹൃദയം ഉണ്ടാകാതിരിപ്പാൻ നാം സൂക്ഷിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെ താൻ സൂക്ഷിക്കുന്നു. ദുഷ്ടൻ അവനെ തൊടത്തില്ല. അപ്പോൾ ഇതൊരു യാത്രയാണ് പ്രിയരെ. കർത്താവിന്റെ വേലയിൽ നിൽക്കുന്നവർക്കൊരു ദൗത്യമുണ്ട്. ഹല്ലേലൂയ. ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നു. ചിലപ്പോൾ ചിലർ വിശ്വാസത്തിൽ ആകെ താഴെ പോകും. ഹല്ലേലൂയ. ആ സമയത്ത് ദൈവവേലയിലായിരിക്കുന്നവർ വിശ്വാസത്തിൽ ബലഹീനരായവരെ ചേർത്ത് പിടിക്കണം. ഹല്ലേലൂയ. നാം ബലഹീനരായി പോകുന്നവരെ ചേർത്ത് പിടിക്കണം. ഹല്ലേലൂയ. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതൊക്കെയും പാപമത്രേ. എന്തൊക്കെയാണ് പാപം? വ്യഭിചാരം, മോഷണം, കുലപാതകം, ഇതൊക്കെയല്ലേ നാം പഠിച്ചിരിക്കുന്നത്. പക്ഷേ വേദപുസ്തകം പറയുന്നു, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമാണ്. നാം വിശ്വാസത്താൽ ജീവിക്കുന്നവരാണ്. നമ്മൾ വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമായ യേശുവിനെ ആരാധിക്കുന്നവരാണ്. ഹല്ലേലൂയ. എബ്രായർ 11:6 4 ഒരു പക്ഷപാതക്കാരനെ കർത്താവിന്റെ അടുക്കൽ ചുമന്നുകൊണ്ട് വന്നില്ലേ? കിടക്കയോടെ മേൽക്കൂര പൊളിച്ച് താഴോട്ടിറക്കിയില്ലേ? ഹല്ലേലൂയ. എന്ത് കാരണം കൊണ്ടാണ് യേശു അവനെ സൗഖ്യമാക്കിയത്? അവനെ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട്. ഇന്ന് വിശ്വസിക്കുന്നു. അവനെ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട്. ഈ വിശ്വാസം കാണാൻ പറ്റുമോ? ഹല്ലേലൂയ. പൗലോസ് പറയുന്നത്, ഞങ്ങൾ ജീവിക്കുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ. ഹല്ലേലൂയ. 2 തിമോത്തിയോസ് 1:12 നിങ്ങൾക്കറിയാമോ? ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവൻ എൻ്റെ ഉപനിധി. ഹല്ലേലൂയ. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ അവൻ ശക്തൻ എന്ന് വചനം പറയുന്നു. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു? ഹല്ലേലൂയ. നാട്ടുകാർ പലതും പറയും, കുടുംബക്കാർ പലതും പറയും, നിന്റെ മനസ്സും മനസാക്ഷിയും പല നെഗറ്റീവ് ചിന്തകളും നിന്നെ കൊണ്ട് ചിന്തിപ്പിക്കാം. ഹല്ലേലൂയ. പക്ഷെ നമുക്കൊരു ഉറപ്പുണ്ടാകണം പ്രിയരെ. ഞാൻ ആരെയാ വിശ്വസിച്ചിരിക്കുന്നതെന്ന്. ഹല്ലേലൂയ. നമുക്കൊരു ഉറപ്പുണ്ടാകണം, ഞാൻ ആരെയാ വിശ്വസിച്ചിരിക്കുന്നത് എന്ന്. ഞാൻ ആരെയാ വിശ്വസിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ഉറപ്പ് യേശുവിന്റെ നാമത്തില് ഈ 65 ഡിവൈസിലിരിക്കുന്ന ഓരോ കുടുംബത്തിന്മേൽ വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തില്. നമ്മുടെ ഹൃദയത്തിൽ ഒരു ഉറപ്പുണ്ടാകട്ടെ യേശുവിന്റെ നാമത്തില്. നാം ആരെ വിശ്വസിച്ചിരിക്കുന്നത്? അവൻ എൻ്റെ ഉപനിധി. ഹല്ലേലൂയ. ആ ദിവസം വരെ സൂക്ഷിക്കുവാൻ അവൻ സർവശക്തൻ. എന്നാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇതിലേറ്റവും വലിയത് എന്താണ്? സ്നേഹമാണ്. ഹല്ലേലൂയ. എൻ്റെ മനസ്സാക്ഷിയുടെ വിശ്വാസം തള്ളിക്കളഞ്ഞ് എൻ്റെ വിശ്വാസ കപ്പൽ തകർന്നു പോകരുത്. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിനായി പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ എല്ലാ സാത്താന്യ അറ്റാക്കുകൾ യേശുവിന്റെ നാമത്തില് ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തില്. നമ്മുടെ ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസം വർദ്ധിച്ചു വരട്ടെ യേശുവിന്റെ നാമത്തില്. മക്കളെ നോക്കി, കുടുംബങ്ങളെ നോക്കി, ഹല്ലേലൂയ, നമ്മുടെ മിനിസ്ട്രിയെ നോക്കി വിശ്വാസത്തിന്റെ പ്രഖ്യാപനത്തെ നമുക്ക് പറയാം. ഞാൻ ഒട്ടും പിന്മാറുകയില്ല എന്ന്. ഹല്ലേലൂയ. എൻ്റെ വിശ്വാസ ചുവടുകൾ മുൻപോട്ട് തന്നെ പോകും. ഹല്ലേലൂയ. ആരെല്ലാം എതിർത്താലും, ഹല്ലേലൂയ, എന്ത് ഭവിച്ചാലും ഞാൻ പിന്മാറുകയില്ല. പലപ്പോഴും സാത്താൻ എന്നെ കോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റുവാൻ പലപ്പോഴും പദ്ധതി ഒരുക്കി എന്റെ വിശ്വാസം തകർത്തു കളയുവാൻ, ഹല്ലേലൂയ, പലപ്പോഴും പദ്ധതി ഒരുക്കി.
എന്റെ കർത്താവിന്റെ കൃപ. ദൈവത്തിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കുമ്പോൾ തന്നെ ദൈവത്തിന് നമ്മളെയും വിശ്വസിക്കുവാൻ കഴിയണം. എത്ര പേര് വിശ്വസിക്കുന്നു? നാം ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് മുന്നമേ ദൈവം നമ്മളെ വിശ്വസിച്ചു എന്നൊരു സത്യമുണ്ട്. ഹല്ലേലൂയ. അവൻ നിങ്ങളെ വിശ്വസ്തനെന്ന് എണ്ണി എന്റെ വിശ്വസ്തത ഞാൻ തെളിയിക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ ഒരു വിശ്വസ്തനായിരിക്കുമെന്ന് അവൻ എന്നെ മനസ്സിലാക്കി. അവൻ എന്നെ അങ്ങനെ എണ്ണി, അവൻ എന്നെ വിശ്വസ്തനെന്ന് എണ്ണി, അവൻ തന്റെ ശുശ്രൂഷ എന്നെ ഏൽപ്പിച്ചു. ഏലിയാവിന്റെ കാലഘട്ടത്തിൽ ഒരു കാക്കെ അപ്പവും ഇറച്ചിയും കൊണ്ട് കൊടുക്കാൻ ദൈവം തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ദൈവം അങ്ങനെ തിരഞ്ഞെടുത്തു എന്ന് നാം കാണുന്നുണ്ട്. കാക്ക എന്ന് പറയുന്നത് അപ്പം തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്ന ഒരു പക്ഷിയാണ്. ഹല്ലേലൂയ. അതിന്റെ ചുണ്ടിൽ ഒരു കാര്യം എത്തിയാൽ അത് ലക്ഷ്യസ്ഥാനത്തെത്തുകയില്ല. ഹല്ലേലൂയ. കാക്കയുടെ സ്വഭാവം അനുസരിച്ച് കാക്ക അതിനെ തിന്നേണ്ടിയതാണ്. ഹല്ലേലൂയ. കാക്ക അതിനെ തിന്നുകളയേണ്ടതാണ്. ആ അപ്പവും ഇറച്ചിയും ഏതെങ്കിലും മരത്തിൽ കൊണ്ടുവച്ച് കൊത്തി തിന്നുന്നതാണ് കാക്ക. പക്ഷെ തീർച്ചയായിട്ടും ഏലിയാവിന് വേണ്ടി തിരഞ്ഞെടുത്ത ആ കാക്കയെ ദൈവത്തിന് വിശ്വാസമായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് ആ കാക്കയെ വിശ്വാസമായിരുന്നു. അത് റൂട്ട് മാറിക്കൊണ്ട് പോയി കൊത്തി വലിച്ച് തിന്നു കളയത്തില്ല എന്ന് ദൈവത്തിന് ആ കാക്കയെ വിശ്വാസമായിരുന്നു. അത് ലക്ഷ്യസ്ഥാനത്ത് അത് എത്തിക്കും എന്ന് ദൈവത്തിനൊരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ, ദൈവത്തിന് നമ്മളെ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ പല കൈമാറ്റങ്ങളും നടക്കും, പല അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഒരിക്കലും നമ്മുടെ അകത്ത് അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം ഉണ്ടാകരുത്. ഹല്ലേലൂയ. പ്രിയ ബീന സിസ്റ്ററിന് പരിശുദ്ധാത്മാവ് പറയുന്നു, പല സാഹചര്യങ്ങൾ നിന്റെ ജീവിതത്തില്, നിന്റെ മിനിസ്ട്രിയില് പല സാഹചര്യങ്ങൾ കടന്നു വന്നു. വിശ്വാസം കുറഞ്ഞു പോകത്തക്ക രീതിയിലുള്ള അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ, പ്രതികൂല അവസ്ഥകള്, ദൈവാത്മാവ് ഈ സമയം പിന്നെയും അത് എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നിന്റെ വിശ്വാസം കുറഞ്ഞു പോകരുത്, നിന്റെ വിശ്വാസം കുറഞ്ഞു പോകരുത്. നീ ആരിലാണോ ആശ്രയിക്കുന്നത് അവൻ നിന്റെ ഉപനിധി. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ഒരു കാക്കയെ ദൈവം അയക്കും. നിനക്ക് വേണ്ടി ഒരു കാക്കയെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്. നിനക്ക് വേണ്ടി ഒരു കാക്കയെ ദൈവം അയക്കും. പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ ആലോചന നൽകുകയാണ്. നിന്റെ ഭാരങ്ങൾ അവന്റെ മേലിട്ടുകൊള്ളുക. ഹല്ലേലൂയ. ദൈവം നിന്നെ പല സ്ഥലങ്ങളിലോട്ട് അയക്കും. നിന്റെ പേഴ്സണൽ ജീവിതത്തില്, നിന്റെ മിനിസ്ട്രിയിൽ വലിയൊരു മിനിസ്ട്രിയുടെ ബൗണ്ടറി വർദ്ധിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. മിനിസ്ട്രിയുടെ ലെവൽ വർദ്ധിക്കുവാൻ പോവുകയാണ്. ജീവിതത്തിലെ സാഹചര്യങ്ങളെ നോക്കണ്ട, പ്രതികൂല അവസ്ഥകളെ നോക്കണ്ട, ഇതൊന്നും ഒരു വിഷയമല്ല. ഹല്ലേലൂയ. വലിയ സാക്ഷ്യങ്ങളെ ഈ ദിവസങ്ങളിൽ ദൈവം നൽകുവാൻ പോവുകയാണ്. വലിയ സാക്ഷ്യങ്ങളെ തന്ന് മാനിക്കുവാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, നീ എന്നെ നോക്കുക. ഹല്ലേലൂയ. നീ എന്റെ മുഖത്തേക്ക് നോക്കുക. നിന്റെ കാര്യങ്ങൾക്കൊരു തീരുമാനം, നിന്റെ വിഷയങ്ങൾക്കൊരു തീരുമാനം, തലമുറകളുടെ വിഷയങ്ങൾക്കൊരു തീരുമാനം എന്റെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി നീ പുറപ്പെടുമ്പോൾ ഒരു വശത്തു കൂടി നിന്റെ കാര്യങ്ങൾ ദൈവം നടത്തി തരുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന നൽകുകയാണ്. ഒരു കാക്കയെ ദൈവം അയക്കുവാൻ പോകുന്നു. ഒരു കാക്കയെ ദൈവം അയക്കുവാൻ പോകുന്നു. അത് ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിനോടുള്ള ഒരു ട്രസ്റ്റ്, ഒരു വിശ്വാസം നിന്റെ വർദ്ധിച്ചു വരട്ടെ ഈ ദിവസങ്ങളില്. അപ്പോൾ നാം ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ, ദൈവത്തിന് നമ്മളെ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ പല കൈമാറ്റങ്ങളും പല അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. നിന്റെ ജീവിതത്തില് പല അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു. ഇതുവരെ ഒന്നും ആയില്ല, ഇതുവരെ ഒരു കാര്യവും നടന്നിട്ടില്ല. അങ്ങനെയുള്ള പൈശാചിക മണ്ഡലങ്ങൾ കൊണ്ടിടുന്ന നെഗറ്റീവ് തോട്ട്സുകൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തില്. ദുഷ്ട ഹൃദയം മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തില്. അത്ഭുത സാക്ഷ്യമായി ദൈവം നിന്നെ മാനിച്ച്, ദൈവം നിന്നെ നിർത്തുവാൻ ദൈവത്തിന് പ്ലാൻ ഉണ്ട്. ഹല്ലേലൂയ. ഒരിക്കലും നിന്റെ ഹൃദയത്തിനകത്ത് അങ്ങനെയുള്ള അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം കടന്നു വരുവാൻ അനുവദിക്കരുത് എന്ന് യേശുവിന്റെ നാമത്തിൽ ഈ സമയം അങ്ങനെയുള്ള തോട്ട്സുകൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ.
ഹല്ലേലൂയ. അങ്ങനെയുള്ള അതിനുള്ള എല്ലാ സാഹചര്യങ്ങളെയും നീ ഒഴിവാക്കണം. ഹല്ലേലൂയ. നമ്മുടെ നിന്റെ ഫെയ്ത്ത്, വിശ്വാസം വർദ്ധിക്കാനുള്ള അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ നിന്റെ ഭവനത്തില്, കുടുംബത്തിൽ കടന്നു വരട്ടെ യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ. നെഗറ്റീവ് പറയുന്ന ആൾക്കാരുമായിട്ടുള്ള സംസർഗം, അങ്ങനെയുള്ള പല 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 പലര് നിനക്ക് വേണ്ടി പല ശത്രു പ്ലാൻ ചെയ്തു നിനക്ക് വേണ്ടി. എന്നാൽ നീ ജീവനോടെ ആയിരിക്കുന്നത് ദൈവത്തിന്റെ പ്ലാൻ, ദൈവത്തിന്റെ പദ്ധതിയാണ്. നിന്നെ വലിയ ഒരു ലൈറ്റ് ഹൗസ് ആക്കി, സാക്ഷ്യമാക്കി മാറ്റുവാൻ ദൈവത്തിന് പ്ലാൻ ഉണ്ട്. ഹല്ലേലൂയ. അങ്ങനെ നിൽക്കുമ്പോൾ നിന്റെ ക്രിസ്തീയ ജീവിതം ശക്തമായി മാറുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന നൽകുകയാണ്. ജ്ഞാനിയോട് കൂടെ നടക്കാം, എന്നാൽ നീയും ജ്ഞാനിയാകും. യോബിനെ കുറിച്ച് സാത്താൻ ചിന്തിച്ചു, യോബ് ദൈവത്തെ ത്യജിച്ചു പറയുമെന്ന്. ഹല്ലേലൂയ. മുഖത്ത് നോക്കി തള്ളി പറയുമെന്ന്. പക്ഷെ ദൈവത്തിന് ഇയ്യോബിൽ വിശ്വാസമായിരുന്നു. ഹല്ലേലൂയ. ദൈവം ഇയ്യോബിനെ വിശ്വസിച്ചു. ദൈവം സാത്താനോട് പറഞ്ഞു, നീ എന്തു വേണേലും ചെയ്തു, അവൻ എന്നെ തള്ളി പറയില്ല എന്ന്. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിന് ജോബിനോടുള്ള വിശ്വാസത്തിൽ ഭംഗം വന്നില്ല പ്രിയരെ. അതിനൊരു കുറവുണ്ടായില്ല പ്രിയരെ. ജീവിതത്തിലെല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുമ്പോഴും ഇയ്യോബ് എന്താ പറഞ്ഞത്? അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു? ബീന അബ്രഹാം, പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം എൻ്റെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി കൊണ്ടിട്ടാലും, ഏത് പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും ഞാൻ അവനെ തള്ളി പറയത്തില്ല. ഹല്ലേലൂയ. ഞാൻ അവനെ തന്നെ കാത്തിരിക്കും എന്നുള്ള ഒരു വിശ്വാസം വർദ്ധിച്ചു വരട്ടെ നിന്റെ ജീവിതത്തില്. പല പ്രതികൂല സാഹചര്യങ്ങള് മുന്നിലുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് ആലോചന നൽകുന്നു. എന്നാൽ നിന്റെ ജീവിതത്തെ ഈ നിമിഷം പരിശുദ്ധാത്മാവ് നിന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയാണ്. നിന്റെ വിശ്വാസം വർദ്ധിച്ചു വരട്ടെ യേശുവിന്റെ നാമത്തില്. എല്ലാ അവസ്ഥകൾ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. നിന്റെ വിശ്വാസം വർദ്ധിച്ചു വരട്ടെ. നിന്റെ കുടുംബത്തില്, നിന്റെ ചാർച്ചക്കാരില്, നിന്റെ സുഹൃത്തുക്കളില് നിനക്ക് വേണ്ടി തെറ്റായ വാക്കുകൾ പറഞ്ഞ് നിന്നെ അപമാനിച്ചവര്, നിന്നെ ഇൻസൾട്ട് ചെയ്തവര്, അവരുടെയൊക്കെ മധ്യത്തിൽ ദൈവം നിന്നെ മാനിച്ചുയർത്തും. അനിത TS, ഹല്ലേലൂയ. നിന്റെ കണ്ണുനീരിനെ കാണുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കിയിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് നിന്നെ ശക്തനാക്കുവാന്, നിന്റെ ശരീരത്തിലെല്ലാം, നിന്റെ മൈൻഡിലെ, ഹൃദയത്തിലെ എല്ലാ നിരാശകൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തില്. വലിയൊരു വിശ്വാസത്തിന്റെ വർധനമുണ്ടാകട്ടെ ഈ സമയം തന്നെ. ഇയ്യോബ് പറഞ്ഞതുപോലെ, നീ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, ഞാൻ അവനെ തള്ളിപ്പറയുകയില്ല. ഈ കുടുംബത്തെ, പ്രിയ സിസ്റ്ററിനെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ നിരാശകൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തില്. രാത്രിയിൽ ഉറക്കമില്ലായ്മ, ചിന്തകള്, ഭാരങ്ങൾ യേശുവിന്റെ നാമത്തില്, എല്ലാം അങ്ങനെയുള്ള അസ്വസ്ഥതകൾ പ്രിയ മകളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ ഈ സമയം തന്നെ. വലിയൊരു ശാന്തത ഉണ്ടാകട്ടെ, വലിയൊരു സമാധാനം ഉണ്ടാകട്ടെ ജീവിതത്തില് യേശുവിന്റെ നാമത്തില്. അങ്ങനെ നിന്റെ വിശ്വാസം വർദ്ധിച്ചു വരട്ടെ, വിശ്വാസം വർദ്ധിച്ചു വരട്ടെ. ബിജു S അടൂർ, ഹല്ലേലൂയ. എല്ലാ ബലഹീനതകൾ മാറിപ്പോകട്ടെ, വിശ്വാസം വർദ്ധിച്ചു വരട്ടെ യേശുവിന്റെ നാമത്തില്. ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുവാൻ, പ്രാർത്ഥനയിൽ ഇരിക്കുവാൻ, വചനം വായിക്കുവാന് നിന്നെ അകറ്റിക്കളയുന്ന അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തില്. കടഭാരങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് വഴി തുറക്കുവാൻ പോകുന്നു. എല്ലാ കടഭാരങ്ങൾ മാറട്ടെ യേശുവിന്റെ നാമത്തില്. ക്രിസ്തുവിനോട് കൂടുതൽ അടുത്ത് ഇരിപ്പാന് പരിശുദ്ധാത്മാവ് ഈ സമയം ആലോചന നൽകുകയാണ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. 70 ഡിവൈസിലിരിക്കുന്ന ഓരോ കുടുംബത്തിന്മേല്
ഓ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. ഡേസി ചെറിയാൻ പരിശുദ്ധാത്മാവ് തൊടുകയാണ്. എല്ലാ അസ്വസ്ഥകൾ മാറട്ടെ. യേശുവിന്റെ അടിപ്പിണരുകളാൽ കിട്ടിയ സൗഖ്യത്തിന്റെ ശക്തി ആ ശരീരത്തിന്മേൽ വ്യാപരിക്കട്ടെ ഈ സമയം തന്നെ. ജീവിതത്തിലെല്ലാം തകർന്നു തരിപ്പണമായിരിക്കുമ്പോഴും ജോബ് എന്താ പറയുന്നത്? അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. യേശുവിന്റെ നാമത്തില് നിന്റെ ജീവിതത്തിലെ തകർന്ന് തരിപ്പണമായ എല്ലാ അവസ്ഥകൾ മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് പ്ലാൻ ഉണ്ട്. ദൈവത്തിൽ തന്നെ ഉറച്ചു വിശ്വസിക്കുക, ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക. ഈ നിമിഷം ഗ്രേസി അബ്രഹാം അടൂർ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഈ സമയത്ത് ഇറങ്ങുകയാണ്. ഓ പ്രിയ ദാസന്റെ മേല്, ഓ പ്രിയ ദാസിയുടെ മേല് വലിയൊരു സാന്നിധ്യം ഇറങ്ങുകയാണ് ഈ സമയത്ത്. തലമുറകളെ പറ്റി ഭാരപ്പെടുന്ന വിഷയത്തിന്മേല് ഓ ദൈവത്തിന്റെ കരം ചലിക്കുവാൻ പോവുകയാണ്. എന്തെല്ലാം സംഭവിച്ചാലും, എന്തെല്ലാം ജീവിതത്തിൽ നേരിട്ടാലും, ജോബ് പറഞ്ഞതുപോലെ എന്തെല്ലാം സംഭവിച്ചാലും, സാത്താന്റെ പ്രവൃത്തികൾ എന്തെല്ലാം ഞങ്ങളുടെ കുടുംബത്തിൽ, ജീവിതത്തിൽ, തലമുറകളുടെ മേൽ വന്നാലും ഞാൻ യേശുവിനെ തള്ളിപ്പറയത്തില്ല. യേശുവിനെ തന്നെ കാത്തിരിക്കും. അങ്ങനെയുള്ള ഒരു വിശ്വാസം ഓ നിന്റെ കുടുംബത്തിലേക്ക് വലിയൊരു ദൈവപ്രവൃത്തി ദൈവം ചെയ്തെടുക്കുവാൻ പോകുകയാണ്. തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്ന യേശുവിന്റെ നാമത്തില് എല്ലാ തെറ്റായ കൂട്ടുകെട്ടുകൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തില് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവ് ഈ സമയം പറയുന്നു, ഫിനാൻഷ്യൽ മേഖലകളെ ദൈവം തൊടുകയാണ്. ഓ കടഭാരങ്ങളെ ദൈവം തൊടുകയാണ്. യേശുവിന്റെ നാമത്തില് വലിയൊരു അത്ഭുതത്തിന്റെ വർഷമാക്കി ദൈവം മാറ്റുവാൻ പോകുന്നു. വലിയൊരു സമാധാനം ഈ സമയം ഓ പ്രിയ ആ അങ്കിളുടെ ജീവിതത്തിലേക്ക്, ഓ രാത്രിയിൽ ഉറക്കമില്ലായ്മ, ഞെട്ടി ഉണരുന്നത് യേശുവിന്റെ നാമത്തില് വലിയൊരു ശാന്തത ആ ശരീരത്തിന്മേൽ, വലിയൊരു സമാധാനം ആ ശരീരത്തിന്മേല് ഓ ഈ സമയം തന്നെ ഇറങ്ങട്ടെ. ഓ പരിശുദ്ധാത്മാവ് തൊടുകയാണ്. ആ സാന്നിധ്യം ഒന്ന് അനുഭവിച്ച ഈ സമയം ഓ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങുകയാണ്. ഓ യേശുവിന്റെ അടിപ്പിണരുകളാൽ കിട്ടിയ സൗഖ്യത്തിന്റെ ശക്തി ഓ ആ ശരീരത്തിന്മേല് ഓ യേശുവിന്റെ രക്തമൊഴുകുകയാണ് ഈ സമയം. ഓ റിബ ഷേഖേലോറോബോ ശന്തലറബ വലിയൊരു സാന്നിധ്യം ഇറങ്ങുന്നു. വലിയൊരു സൗഖ്യത്തിന്റെ ശക്തി ഇറങ്ങുകയാണ് ഈ സമയം. ആ ശരീരത്തെ തൊടുകയാണ് ഈ സമയം. പരിശുദ്ധാത്മാവ് പറയുന്നു, മക്കളില്ലാത്ത കുടുംബങ്ങൾക്ക് ദൈവം അവരുടെ ആ ഉദരത്തെ തൊടുകയാണ് ഈ സമയം. അങ്ങനെയുള്ളവർ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അങ്ങനെ ആലോചന നൽകുന്നു. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവരുടെ പേര് ഓർക്കുക. അവരെ ഇല്ലെങ്കിലും അവരുടെ പേര് ഓർക്കുക. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ആ ഉദരത്തിന്മേൽ ഈ സമയം ഓ ആ കൈ ഒന്ന് വെച്ച് യേശുവിന്റെ നാമത്തില് വർഷങ്ങളായി മക്കളില്ലാതെ ഓ പ്രയാസത്തില്, ഓ വിഷമത്തില്, ഓ കരച്ചിലില്, ഓ കണ്ണുനീരിലായിരിക്കുന്ന യേശുവിന്റെ നാമത്തില് ആ ഉദരത്തെ പരിശുദ്ധാത്മാവ് തൊടുകയാണ് ഈ സമയം. പരിശുദ്ധാത്മാവ് തൊടുകയാണ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങുകയാണ്. അടഞ്ഞിരിക്കുന്ന ഉദരങ്ങൾ തുറക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തില്. വലിയൊരു അത്ഭുതം സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തില്. ഓ ജസ്നി റോബിൻ, പരിശുദ്ധാത്മാവ് തൊടുകയാണ് നിന്നെ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ നീ അനുഭവിക്കുവാൻ പോകുകയാണ്. ഓ ദർശനത്തിലൂടെ ദൈവം നിന്നോട് ഇടപെടുവാൻ പോകുകയാണ്. ദൈവം നിന്നോട് സംസാരിക്കുവാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ ഈ സമയം തന്നെ. വലിയൊരു അഭിഷേകത്താൽ നിറയട്ടെ ഈ സമയം തന്നെ. മീര ഉല്ലാസ്, പരിശുദ്ധാത്മാവ് നിന്നെ തൊടുന്നു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഒന്ന് അനുഭവിച്ച ഈ സമയം തന്നെ എല്ലാ ദുഷ്ടശക്തികള് ആ പ്രിയ മകളുടെ ജീവിതത്തിൽ നിന്നും ഈ സമയം തന്നെ ഗെറ്റ് ഔട്ട്. ഹല്ലേലൂയ, ഇറങ്ങിപ്പോകട്ടെ ഈ സമയം തന്നെ. ഫ്രീ ആകട്ടെ യേശുവിന്റെ നാമത്തില്. വലിയൊരു സാന്നിധ്യം ഇറങ്ങുകയാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇറങ്ങുകയാണ്. ഓ ഹല്ലേലൂയ, ജോബിന്റെ ജീവിത ചരിത്രത്തെ മുഴുവൻ ദൈവം മാറ്റി. അതുപോലെ വലിയൊരു ചേഞ്ച് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോവുകയാണ്. പാസ്റ്റർ ഡേവിഡ് ജോസഫ്, പരിശുദ്ധാത്മാവ് തൊടുകയാണ്. വലിയൊരു മാറ്റം നിന്റെ ശുശ്രൂഷയിൽ സംഭവിക്കുവാൻ പോകുന്ന യേശുവിന്റെ നാമത്തില്. ഓ ജോബിന്റെ ചരിത്രത്തെ മുഴുവനും ദൈവം മാറ്റി. അതുപോലെ ഒരു മാറ്റം, അതുപോലെ ഒരു പരിവർത്തനം, അതുപോലെ ഒരു ചേഞ്ച് ഓ നിന്റെ മിനിസ്ട്രിയെ ദൈവം വർദ്ധിക്കുവാൻ പോവുകയാണ്. വലിയൊരു വർധനം ഉണ്ടാകട്ടെ
പോകട്ടെ യേശുവിന്റെ നാമത്തില്. ഓ ആ മിനിസ്ട്രിയുടെ ബൗണ്ടറി വർദ്ധിക്കട്ടെ യേശുവിന്റെ നാമത്തില്. തകർന്നു പോകരുത്. വിശ്വാസ കപ്പൽ തകർന്നു പോകരുത്. അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം നിന്നിൽ ഉണ്ടാകുവാൻ ഇടവരരുത് യേശുവിന്റെ നാമത്തില്. ഈ സമയം തന്നെ വലിയൊരു അഭിഷേകം ഇറങ്ങുകയാണ്. ഓ അഭിഷേകം നിന്നെ തൊടുകയാണ്. ഒരു തീയുടെ അഭിഷേകം. വചനം പറയുമ്പോൾ തന്നെ വലിയൊരു അഭിഷേകം ആ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വ്യാപരിക്കുവാൻ തക്കവണ്ണം അങ്ങനെയുള്ള ഒരു ഗിഫ്റ്റ്, വലിയൊരു അഭിഷേകത്തിന്റെ ഗിഫ്റ്റ്. വചനം സംസാരിക്കുമ്പോൾ, ദൈവവചനം പറയുമ്പോൾ പല വിടുതലുകൾ, സൗഖ്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന വരും ദിവസങ്ങളില് പരിശുദ്ധാത്മാവ് വചനത്തിൽ ഉറപ്പിക്കുവാൻ പോവുകയാണ്. വചനത്തിന്റെ വെളിപ്പാടുകൾ നൽകി നിന്നെ മാനിക്കുവാൻ ദൈവത്തിന് പ്ലാൻ ഉണ്ട്. നിന്റെ മിനിസ്ട്രിയുടെ ബൗണ്ടറി വർദ്ധിക്കുവാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തില്. ഓ മിനി മാത്യു, പ്രിയ സിസ്റ്ററിനെ, പ്രിയ മകളെ തൊടുകയാണ് പരിശുദ്ധാത്മാവ്. ഈ സമയം തന്നെ തൊടുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തില്. എല്ലാ അന്ധകാര ശക്തികൾ മാറിപ്പോകട്ടെ. വലിയൊരു പ്രകാശം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. പല അന്ധകാരത്തിൽ ഇരിക്കുന്നവർക്ക് ഈ ഒരു പ്രകാശമായി മാറും. ദുഷ്ടഹൃദയം നിന്നിൽ നിന്ന് മാറിപ്പോകട്ടെ ഈ സമയം തന്നെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. നാം ബൈ ഫേത്തിൽ എന്ത് പറയുന്നു അത് ദൈവം അതിനെ ആക്ടിവേറ്റ് ചെയ്യുവാൻ പോവുകയാണ്. വിശ്വാസത്തിൽ നീ എന്ത് കൽപ്പിക്കുന്നുവോ അത് ആക്ടിവേറ്റ് ആകാൻ പോവുകയാണ്. ഇന്ന് വിശ്വസിച്ച് നേറ്റെടുത്തേ. റോബി ജോർജി, പരിശുദ്ധാത്മാവ് തൊടുകയാണ്. ആ കുടുംബത്തെ തൊടുകയാണ്. ആ കുടുംബ ജീവിതത്തെ തൊടുകയാണ് ഈ സമയം. വിശ്വാസത്താല്, ബൈ ഫേത്തില് എന്ത് പ്രഖ്യാപിക്കുന്നുവോ, എന്ത് നീ നാവുകൊണ്ട് പറയുന്നുവോ ദൈവം അതിനെ ആക്ടിവേറ്റ് ചെയ്യുവാൻ പോകുന്നു. ഈ കുടുംബത്തെ ദൈവം മാനിക്കുവാൻ പോകുന്നു. ചില സ്റ്റക്കായിരിക്കുന്ന കാര്യങ്ങളിന്മേൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ദൈവം ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നാളുകളായി, വർഷങ്ങളായി തടഞ്ഞു വെച്ചിരിക്കുന്നത് അത് സംഭവിക്കാതിരിക്കുവാൻ തക്കവണ്ണം സ്റ്റക്കായിരിക്കുന്ന ചില ഫിനാൻഷ്യൽ മേഖലകൾ തുറക്കപ്പെടുവാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് അതിനെ തൊടാൻ പോവുകയാണ്. അത് തുറന്നു വരുവാൻ പോകുന്നു. അങ്ങനെ നിന്റെ കൈകളിലോട്ട് ദൈവം ചിലത് ഏൽപ്പിക്കുവാൻ പോവുകയാണ്. സ്വർഗത്തിന്റെ കിളിവാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കുവാൻ പോവുകയാണ്. ഇയ്യോബിന്റെ ചരിത്രത്തെ ദൈവം മാറ്റിയതുപോലെ നിന്റെ ചരിത്രത്തെ, റോബി ജോർജി, ചരിത്രത്തെ ദൈവം മാറ്റുവാൻ പോവുകയാണ്. വലിയൊരു ചേഞ്ച് സംഭവിക്കുവാൻ പോകുന്നു. വലിയൊരു പരിവർത്തനം ഉണ്ടാവുവാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തില്. ഓ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നു. തലമുറകളുടെ മേൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ദൈവം ചെയ്യുവാൻ പോവുകയാണ് ഈ ദിവസങ്ങളില്. അതുകൊണ്ട് ഈ സമയം ബൈ ഫേത്തിൽ നീ എന്ത് പറയുന്നു, എന്ത് പ്രഖ്യാപിക്കുന്നു അത് ആക്ടിവേറ്റ് ആകാൻ പോവുകയാണ്. അത് അതുപോലെ സംഭവിക്കുവാൻ പോകുന്നു. ഇന്ന് വാ തുറന്നുകൊണ്ടൊന്ന് പറഞ്ഞേ. നിന്റെ വിഷയത്തിന്മേല് നീ വാ തുറന്നുകൊണ്ടൊന്ന് കൽപ്പിച്ചേ. അത് ആക്ടിവേറ്റ് ആകാൻ പോവുകയാണ്. എല്ലാ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തില്. സ്റ്റക്കായിരിക്കുന്ന വിഷയങ്ങളിന്മേൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ദൈവം ചെയ്തെടുക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഷീജ സിബി, ദൈവം തൊടുകയാണ്. പ്രിയമകളെ, ദൈവം തൊടുകയാണ്. ഓ അഭിഷേകം തൊടുകയാണ്. പരിശുദ്ധാത്മാവ് തൊടുകയാണ്. വലിയൊരു സാന്നിധ്യം ഈ സമയത്ത് ഇറങ്ങുകയാണ്. ആ ശിരസ് മുതൽ ഉള്ളംകാല് വരെ ദൈവ സാന്നിധ്യത്തിൽ നിറയുകയാണ് ഈ സമയം. നിന്റെ എല്ലാ വിഷയത്തിന്മേലും, എല്ലാ പ്രതികൂല അവസ്ഥകളിന്മേലും നീ ഭാരപ്പെടുന്ന, മറ്റുള്ളവരോട് പറയുവാൻ കഴിയാതെ നീ തന്നെ ഒറ്റയ്ക്ക് ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കരം ചലിക്കുവാൻ പോകുന്നു. ഈ മാസം തന്നെ, ഈ മാർച്ച് മാസത്തിൽ തന്നെ, 2026 3-ാം മാസം ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നിന്നിൽ കൂടി ദൈവം ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് വിശ്വസിച്ചൊന്ന് ഏറ്റെടുത്തേ. വിശ്വസിച്ച് ബൈ ഫേത്തിലൊന്ന് പറയുവാൻ സാധിക്കുമോ? എന്റെ ദൈവം ഈ മാസം ദൈവം എനിക്ക് വേണ്ടി വലിയത് ചെയ്യാൻ പോവുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവത്തിന്റെ അത്ഭുത കരം ചലിക്കുവാൻ പോവുകയാണ്. ഒന്ന് വിശ്വാസത്തോടെ ഒന്ന് ഏറ്റു പറയാമോ? വിശ്വാസത്തോടെ ഒന്ന് ബൈ ഫേത്തിൽ ഒന്ന് പറയാമോ? അത് ദൈവം അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പോകുന്നു. ദൈവം അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പോവുകയാണ്. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നിന്റെ ജീവിതത്തില് ദൈവം ചെയ്ത് നിന്നെ മാനിക്കുവാൻ ദൈവത്തിന് പ്ലാൻ ഉണ്ട്, പദ്ധതിയുണ്ട്. ടീന തോമസ്, ദൈവം തൊടുന്നു. പരിശുദ്ധാത്മാവ് തൊടുകയാണ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ആ ഇരിക്കുന്ന സ്ഥലത്തിറങ്ങി പ്രവർത്തിക്കുവാൻ പോകുന്നു. ഭാരപ്പെടുന്ന വിഷയത്തിന്മേല്
ഫിനാൻഷ്യൽ മേഖലയെ ദൈവം തൊടുകയാണ്. ഈ സമയം തന്നെ വലിയ ദൈവ പ്രവൃത്തി വ്യാപരിക്കുകയാണ്. ദൈവം ഒരു വാതിൽ തുറന്നാൽ അതിനെ അടയ്ക്കുവാൻ ആർക്കും സാധ്യമല്ല. നിനക്ക് വേണ്ടി ദൈവം ഒരു വാതിൽ ഈ മാർച്ച് മാസം തന്നെ ഒരു വാതിൽ തുറക്കാൻ പോകുന്നു. അത് അടയ്ക്കുവാൻ ആർക്കും സാധ്യമല്ല. വലിയ ടെസ്റ്റുമനിയായി മാറാൻ പോകുന്നു. സ്മിത ബിനു, പരിശുദ്ധാത്മാവ് ഈ സമയം പ്രിയ മകളെ തൊടുകയാണ്. ഹല്ലേലൂയ. ആരോടും പറയുവാൻ കഴിയാത്ത, ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത ചില വിഷയങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ട്. നീ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്മേൽ ദൈവത്തിന്റെ അത്ഭുത കരം ചലിക്കുവാൻ പോകുന്നു. നിന്റെ ഹൃദയത്തെ അറിയുന്ന ഒരു പിതാവുണ്ട്, ഒരു സ്വർഗത്തിലെ അപ്പനുണ്ട്. നിന്റെ വേദനയെ അറിയുന്ന, നിന്റെ കണ്ണുനീരിനെ കാണുന്ന, ആരും കാണാതെ ഒറ്റയ്ക്കിരുന്ന് നീ കണ്ണുനീരൊഴുക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കരം ചലിക്കുവാൻ പോവുകയാണ്. ദൈവം നിന്റെ ജീവിതത്തിൽ വലിയ ദൈവപ്രവൃത്തി ചെയ്യുവാൻ പോകുന്നു. ഇയ്യോബിന്റെ ജീവിതത്തെ ദൈവം ചരിത്രത്തെ മാറ്റിയതുപോലെ അങ്ങനെ ഒരു ചേഞ്ച് നിന്റെ ജീവിതത്തില്, നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന യേശുവിന്റെ നാമത്തില് ഇന്ന് വിശ്വാസത്തോടെ ഒന്ന് ഏറ്റെടുത്തേ. ബൈ ഫെയ്ത്തിൽ നീ ഒന്ന് പറയാമോ, യേശുവിന്റെ ജീവിതത്തില് ഈ മാർച്ച് മാസം വലിയ അത്ഭുതം ചെയ്യാൻ പോകുന്നു. ഒന്ന് വിശ്വാസത്തോടെ ഒന്ന് ഏറ്റെടുത്തേ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നീ കാണാൻ പോവുകയാണ്. ഏത് തകർന്ന അവസ്ഥയിൽ നീ ആയിരുന്നാലും, ഏത് തകർന്ന തരിപ്പണമായ അവസ്ഥയിൽ ഇപ്പോൾ നീ ആയിരിക്കുന്നോ, മറ്റാർക്കും അറിയുവാൻ കഴിയുന്നില്ല. പക്ഷെ എന്റെ സ്വർഗത്തിലെ പിതാവ് അറിയുന്നു, എന്റെ അപ്പൻ അറിയുന്നു. എന്തുകൊണ്ടെന്നാൽ ആ അപ്പൻ നിന്നെ സ്നേഹിക്കുന്നു. ആ അപ്പന് വേണ്ടി നീ പ്രിയപ്പെട്ടവളാണ്, നീ വാല്യുബിൾ ആണ്, നീ ആ അപ്പന്റെ മകളായി പോയി. ഹല്ലേലൂയ. ആ അപ്പൻ നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ ദൈവം നിന്റെ മേൽ ചെയ്യുവാൻ പോവുകയാണ്. വിശ്വസിച്ചേറ്റെടുത്തേ, വിശ്വാസത്തോടെ ഏറ്റെടുത്തേ. ഹല്ലേലൂയ. റജീന ജോർജ്, പരിശുദ്ധാത്മാവ് തൊടുകയാണ്. പരിശുദ്ധാത്മാവ് തൊടുന്നു. നിന്റെ ചരിത്രത്തെ ദൈവം മാറ്റുവാൻ പോവുകയാണ്. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നീ കാണുവാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇയ്യോബിന്റെ ചരിത്രത്തെ ദൈവം മാറ്റി. അതുപോലെ നിന്റെ വിശ്വാസ കപ്പൽ തകർന്നു പോകരുത്. അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം നിന്നിൽ ഉണ്ടാകുവാൻ ഇടവരരുത്. പ്രിയ സിസ്റ്ററിനോട് പരിശുദ്ധാത്മാവ് ഈ സമയം ആലോചന നൽകുന്നു. പരിശുദ്ധാത്മാവ് തൊടുകയാണ് നിന്നെ. പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തെ അറിയുന്നു. ആ അപ്പൻ നിന്റെ ഹൃദയത്തെ അറിയുന്നു. നിന്റെ വേദനയെ അറിയുന്ന ഒരു അപ്പനുണ്ട്. എന്തുകൊണ്ടെന്നാൽ ആ അപ്പൻ നിന്നെ സ്നേഹിക്കുന്നു. ആ അപ്പൻ നിന്റെ കണ്ണുനീരിനെ കാണുന്ന ഒരു അപ്പനാണ്. മറ്റുള്ളവർ ആരും അറിഞ്ഞില്ലെങ്കിലും എന്റെ പിതാവ്, എന്റെ അപ്പൻ നിന്നെ അറിയുന്നു. നിന്റെ ഹൃദയത്തെ അറിയുന്നു, നിന്റെ കണ്ണുനീരിനെ കാണുന്നു. നിന്റെ വിശ്വാസം ഈ ദിവസങ്ങളിൽ വർദ്ധിച്ചു വരട്ടെ യേശുവിന്റെ നാമത്തില്. നിന്റെ വിശ്വാസ കപ്പൽ തകർന്നു പോകാതെ, അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം നിന്നിൽ കടന്നു വരാതിരിക്കുവാൻ യേശുവിന്റെ നാമത്തില് ബൈ ഫെയ്ത്തിൽ ഒന്ന് ഏറ്റു പറയാമോ? ഒന്ന് പറയാമോ നിനക്ക്? ബൈ ഫെയ്ത്തിൽ ഇന്ന് വരെ നീ എന്ത് പറഞ്ഞോ അത് സംഭവിച്ചു. എന്റെ ദൈവം അത് ചെയ്തു. എന്നാൽ ഇന്ന് ബൈ ഫെയ്ത്തിൽ എന്ത് നീ പറയുന്നോ അത് ആക്ടിവേറ്റ് ആകാൻ പോവുകയാണ്. അത് ആക്ടിവേറ്റ് ആകാൻ പോകുന്നു. നിന്റെ തലമുറകളെ ദൈവം മാനിക്കും. നിന്റെ തലമുറകളെ ദൈവം മാനിക്കും. അവരെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, ഒരു പിതാവുണ്ട്. അനേകർക്ക് നീ സാക്ഷിയായി മാറും. അനേകരുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് നീ പ്രാർത്ഥിക്കുമ്പോൾ അതിന്മേൽ വലിയ ദൈവ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. പല സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങളിൽ നീ പ്രാർത്ഥിച്ചതിന്റെ പേരില് പല സാക്ഷ്യങ്ങൾ നീ കേൾക്കുവാൻ പോകുന്നു. ദൈവം നിന്നെ മാനിക്കും. ദൈവം നിന്നെ മാനിക്കും. ദൈവം നിന്നെ സ്നേഹിക്കും. വലിയ സാന്നിധ്യം ഇറങ്ങുകയാണ്. ഇപ്പോൾ നീ ആയിരിക്കുന്ന സ്ഥലത്ത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി. നിന്റെ ശിരസ് മുതൽ ഉള്ളംകാല് വരെ ആ യേശുവിന്റെ തിരുരക്തം ഒഴുകുകയാണ് ഈ സമയം. ആ തിരുരക്തത്തിന്റെ ശക്തി നിന്റെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളിന്മേല്, എല്ലുകളിന്മേൽ, എല്ലാ വേനുകളിന്മേൽ വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തില്. വലിയൊരു സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. എല്ലാ വേദനകൾ മാറിപ്പോകട്ടെ. എല്ലാ ഞരമ്പുകളുടെ വേദനകൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തില്. വലിയ സാന്നിധ്യം ഇറങ്ങുകയാണ്. ആ രക്തത്തിന്റെ ശക്തി ഇറങ്ങുകയാണ് ഈ സമയം തന്നെ. ആയിരിക്കുന്ന സ്ഥലത്ത് പരിശുദ്ധാത്മാവെ അങ്ങ് തൊട്ടാട്ടെ. പരിശുദ്ധാത്മാവെ അങ്ങ് തൊട്ടാട്ടെ. വലിയ സാന്നിധ്യം ഈ മകൾ അനുഭവിക്കട്ടെ യേശുവിന്റെ നാമത്തില്. വലിയൊരു സൗഖ്യം വ്യാപരിക്കട്ടെ.
നിന്നെ ഒരു ലൈറ്റ് ഹൗസ് ആക്കി ദൈവം മാറ്റുവാൻ പോകും. അനേക അന്ധകാരത്തിൽ ഇരിക്കുന്നവർക്ക് ഒരു പ്രകാശമായി നീ മാറും. നീ ഒരു പ്രകാശമായി മാറും. അനേക അന്ധകാരത്തിൽ ഇരിക്കുന്നവർക്ക്, അനേകരുടെ വിഷമങ്ങളെ ഏറ്റെടുത്ത് നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അവിടെ വെളിപ്പെടും. ഹല്ലേലൂയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലടിയൻ പ്രിയ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ 66 ഡിവൈസിൽ ഇരിക്കുന്ന ഓരോ കുടുംബത്തിന്റെ, ഓരോ വ്യക്തി ജീവിതങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു 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 വരട്ടെ യേശുവിന്റെ നാമത്തില്. നിങ്ങളുടെ ജീവിതത്തിന്റെ ചരിത്രത്തെ ദൈവം മാറ്റുവാൻ പോവുകയാണ്. ഇത്രയും മാത്രം ചെയ്താൽ മതി. വിശ്വാസ കപ്പൽ തകർന്നു പോകരുത്. അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം നിങ്ങളിൽ ഉണ്ടാകുവാൻ ഇടവരരുത്. നമ്മൾക്ക് കണ്ണുകളെ അടയ്ക്കാം. ഈ സമയം യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം 66 ഡിവൈസിൽ ഇരിക്കുന്ന ഓരോ കുടുംബത്തെ, ഓരോ വ്യക്തി ജീവിതങ്ങളെ ഈ സമയം തൊടുകയാണ്. യോബിന്റെ ചരിത്രത്തെ മാറ്റിയ ദൈവം നിങ്ങളുടെ ചരിത്രത്തെ മാറ്റുവാൻ പോകുന്നു. ഇന്ന് ബൈ ഫേത്തിൽ, ഇന്ന് വിശ്വാസത്തിൽ ആ നാവ് കൊണ്ടൊന്ന് പറയാമോ? എന്ത് നീ പറയുന്നു അത് ആക്ടിവേറ്റ് ആകാൻ പോകുന്നു. അത് സംഭവിക്കുവാൻ പോകുന്ന യേശുവിന്റെ നാമത്തില്. ജോലിയില്ലാത്തവർക്ക് ദൈവം നല്ല ജോലികളെ നൽകി മാനിക്കാൻ പോവുകയാണ്. മക്കളില്ലാത്തവർക്ക് ഹല്ലേലൂയ മക്കളെ നൽകി ദൈവം മാനിക്കും. ആ ഉദരത്തെ ദൈവം തൊട്ട് കഴിഞ്ഞിരിക്കുകയാണ്. വിവാഹങ്ങൾ നടക്കാതിരിക്കുന്ന തലമുറകളുടെ വിവാഹങ്ങൾ നടക്കാൻ പോകുന്ന യേശുവിന്റെ നാമത്തില്. എല്ലാ ഫിനാൻഷ്യൽ ക്രൈസസുകൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. എല്ലാ കടഭാരങ്ങൾ മാറട്ടെ യേശുവിന്റെ നാമത്തില്. സ്റ്റക്കായിരിക്കുന്ന ചില കാര്യങ്ങൾ എത്രയും വേഗം ഈ മാർച്ച് മാസം തന്നെ അതിന്മേൽ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. മിനിസ്ട്രിയിലായിരിക്കുന്നവരെ ദൈവം മാനിക്കാൻ പോകുന്നു. പ്രിയമീന സിസ്റ്ററിനായി, മിനിസ്ട്രിക്കായി, കുടുംബത്തിനായി, തലമുറകൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭാരങ്ങൾ മാറട്ടെ യേശുവിന്റെ നാമത്തില്. ചരിത്രത്തെ മാറ്റുന്ന വിധത്തില് അങ്ങനെയുള്ള ദൈവപ്രവൃത്തി ദൈവം ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം പിതാവേ. വചനത്തിൽ കൂടി അങ്ങ് ഇടപെട്ടതിനായി സ്തോത്രം. ഓരോ മക്കളെയും കുടുംബത്തെയും യേശുവിന്റെ നാമത്തില്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് അങ്ങയുടെ മകൾ എന്ന അധികാരം തന്ന അധികാരത്തോടെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വലിയ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ, വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തില്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അടിയന്റെ നാവിൽ കൂടി അങ്ങ് പരിശുദ്ധാത്മാവ് സംസാരിച്ചതിനായി അടിയൻ നന്ദി കരയേറ്റുന്നു. ഇന്നത്തെ വചനം എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹവും സാക്ഷ്യമായി മാറട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളോ താഴണം, അങ്ങോ ഉയരണം. അങ്ങയുടെ നാമം മഹത്വപ്പെടണം, ദൈവനാമം ഉയരണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വലിയ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ വരും ദിവസങ്ങളിൽ ഇടയാകട്ടെ. ഞങ്ങളെയും ഞങ്ങളുടെ മിനിസ്ട്രിയെയും ഓർത്ത് പ്രത്യേകമായി എല്ലാവരും പ്രാർത്ഥനയിൽ, നിങ്ങളുടെ പേഴ്സണൽ പ്രേയറിൽ ഞങ്ങളെയും ഓർക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.